ഹലോ, പറയൂ. ലിയാഖത്തല്ലേ? പറഞ്ഞോളൂ. അതെ. ഖത്തറിന്ന് വിളിക്കുന്നത്. എനിക്കിന്ന് ടൈം വന്നിട്ടുണ്ടായിരുന്നു മൺഡേ ആ, വിളിക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞോളൂ. അപ്പൊ ഇവിടുത്തെ മൺഡേ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായി. ഞാൻ വൈകുന്നേരം ഓർത്ത കാര്യം. ആ, സോറി, കുറച്ച് ലേറ്റ് ആയിപ്പോയി. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. ഓക്കെ. ഞാൻ നിങ്ങളെ വീഡിയോസും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ് കേട്ടോ. ഉം. ആദ്യമേ തന്നെ ഒരു അഭിനന്ദനം. കാരണം വെച്ചാൽ വിമർശിക്കാൻ വിളിക്കുന്നവരോട് വരെ നിങ്ങളുള്ള സമീപനവും പെരുമാറ്റവും വളരെ ആകർഷകമായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് ഒരു മുൻവിധി ഇല്ലാതെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. യു. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറയൂ. ഓക്കെ. ഏകദേശം ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ഉം. മതവിമർശനവും പ്രത്യേകിച്ച് ഇസ്ലാമിനെയാണല്ലോ വിമർശിക്കുന്നത്. അപ്പൊ അത് ഉം. ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചിട്ട് ലിയാഖത്ത് ആലോചിക്കാറുണ്ടോ? മനസ്സിലായില്ല, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറയാം. മനസ്സിലായില്ല മീൻസ് മറ്റേ ഇത് കേൾക്കുന്ന ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ ഇതൊക്കെ യൂട്യൂബ് കിടക്കുന്ന സാധനങ്ങളാണ്. ഭാവിയിൽ ഒരാള് പിന്നെ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തു നോക്കുമ്പോൾ ഇത് ഇത്രയും മോശപ്പെട്ട ഒരു മതമാണെന്നുള്ളൊരു ഇമ്പാക്റ്റ് അല്ലേ അവരുടെ മനസ്സിലുണ്ടാവുക? ആക്ച്വലി അങ്ങനെയാണോ എല്ലാ കാര്യവും? ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും സത്യസന്ധമായിട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയം അതെനിക്കറിയാം. സ്പെസിഫിക് ആയിട്ട് അതുകൊണ്ടാണ്. പറഞ്ഞാൽ, പക്ഷെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ നമുക്കത് പരിശോധിക്കുകയും ചെയ്യാം. അത് സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത് 6-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾ അങ്ങനെ തന്നെ അച്ചടിച്ചാണ്. അത് ഭാവിയിലെ നൂറ്റാണ്ടിൽ ഒരു ഉപകാരം ചെയ്യാത്തതാണ്, നിലനിൽക്കാത്തതാണ്. ഇതിൽ പറഞ്ഞ ഒരു കാര്യത്തിനും പിന്നെ ജനങ്ങൾക്കൊരു ഉപകാരം ഇല്ല എന്ന് പറയുമ്പം എനിക്ക് ചോദിക്കാനുള്ളത് ബാക്കി ഓക്കെ ഈ അടിമത്തത്തെ കുറിച്ചൊക്കെ പറയുന്നതിലൊക്കെ ഞാൻ 100% ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലത്തും അത് ന്യായീകരിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് പല ആളുകൾക്കുണ്ട്. അത് വിട്ടുകളയുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർ പലപ്പോഴും ഈ മറ്റുള്ള ആളുകളുടെ വാദം ഏറ്റെടുത്ത് ഇപ്പം ഓരോരുത്തരും ഇപ്പം യൂട്യൂബിൽ വന്ന് പറയുന്നതിനെ വിട്ടുകളയേണ്ട വിഷയങ്ങൾ വെറുതെ ഏറ്റെടുത്തിട്ട് വെറുതെ അതിന്റെ പുറകെ പോയി സ്വയം പരിഹാസരാകുന്ന ഒരു രീതി നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അത് ഒരു ക്രിസ്തീയ പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു സ്വാമിജിയോ ഒന്നും ഇതിനെക്കുറിച്ച് ഒരു സംസാരത്തിനും പോകുന്നില്ല. അതുകൊണ്ട് അവർക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇത് യൂട്യൂബിൽ ഇത് ഏറ്റെടുത്ത് ഇതിനെക്കുറിച്ച് ന്യായീകരിക്കാൻ പോയിട്ട് പറ്റ അബദ്ധമായി പോകുന്ന പല സാഹചര്യം കാണാറുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ പറഞ്ഞുകൊണ്ടൊരു കാര്യം ചോദിക്കണം. ഇസ്ലാമിലെ പല കാര്യങ്ങളും നമുക്ക് അങ്ങനെ പറയാമെങ്കിൽ ഈ സക്കാത്തിനെ കുറിച്ചിട്ടുള്ള ലിയാഖത്തിന്റെ ഒരു അഭിപ്രായം എന്താ? അത് 6-ാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ചാണെങ്കിലും ഇന്നത്തെ നൂറ്റാണ്ടിലും ഇനി വരുന്ന നൂറ്റാണ്ടിലും പല ആളുകൾക്കും പാവപ്പെട്ടവർക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യമല്ലേ അത്? ഒരു ഉപകാരമില്ലാത്തൊരു കാര്യമാണ്. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോത്രീയമായിട്ടുള്ള ഒരു ആരാധനാക്രമമാണ്. അതായത് നമ്മൾ ഇന്ന് ലോകമാകെ ഒരു സമൂഹമായിട്ട് പരിഗണിക്കപ്പെടണം എന്ന് ചിന്തിക്കുമ്പോൾ എല്ലാ മനുഷ്യരും തുല്യമായിട്ട് പരിഗണിക്കപ്പെടണം എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ബഹുമത സമൂഹങ്ങൾ ഉണ്ടാകുന്ന ജനാധിപത്യ സമൂഹം, ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയിൽ സക്കാത്ത് എന്ന് പറയുന്നത് വളരെ തികച്ചും വർഗീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സക്കാത്തിന്റെ അവകാശികളുടെ പരിഗണിക്കുന്ന സമയത്ത് അതിന്റെ ഒന്നാമത്തെ നിബന്ധന മതമാണ്. അപ്പൊ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് പറയാം മതം മാത്രമാണോ? ലാസ്റ്റ് ഫക്കീർ എന്ന് പറഞ്ഞൊരു വിഭാഗം വരുന്നവർക്ക് അവർക്ക് മതമുണ്ടോ? എങ്ങനെ ഫക്കീർ എന്ന് പറഞ്ഞൊരു വിഭാഗത്തിനെ പരിഗണിക്കുന്ന പറയുമ്പോൾ അവർക്ക് മതമുണ്ട്. ഫക്കീർ എന്ന് ഉദ്ദേശിക്കുന്ന ലിയാഖത്ത് എന്താ ഉദ്ദേശിക്കുന്നത്? ഫക്കീറും മിസ്കീനും. അത് ഫക്കീർ ആയിരിക്കണം മിസ്കീൻ ആയിരിക്കണം പറഞ്ഞുതരാ. ഇത് ഫക്കീർ ആയാലും മിസ്കീൻ ആയാലും ഫക്കീറും മിസ്കീനാണ് ഈ ഇതിലെ അവകാശികള്. പക്ഷെ ആ ഫക്കീറും മിസ്കീനും വിശ്വാസികളായിരിക്കണം എന്ന നിബന്ധന കൃത്യമായിട്ടുണ്ട്. മിസ്കീൻ ഓക്കെ വിശ്വാസിയായിരിക്കും, കാരണം പണം ഇല്ലാത്ത ആളാണ്. അല്ലല്ല, ഒരു മിനിറ്റ്, ലെറ്റ് മീ കംപ്ലീറ്റ്. മിസ്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസിയാണെന്ന് പറയുന്നത് ഓക്കെ. രണ്ടാമത് ഫക്കീർ എന്ന് പറയുന്നത് സക്കാത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഏത് മതഗ്രന്ഥം എടുത്ത് വായിച്ചു നോക്കിക്കോളൂ. സക്കാത്ത് വീടണമെങ്കിൽ അത് കൊടുക്കുന്നത് മുസ്ലിമിനായിരിക്കണം. ആ മുസ്ലിമിന് കൊടുത്താൽ അത് വീടില്ല. അയാൾ എത്ര വലിയ സക്കാത്താണ്, എത്ര വലിയ ഫക്കീർ ആയാലും മിസ്കിനായിട്ടും കാര്യമില്ല. ഫക്കീർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് മതമുണ്ട് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു വാദഗതിക്ക് ഇപ്പൊ മറ്റുള്ള അങ്ങനെയല്ല. നമ്മള് എന്താ പറയാ, നമ്മള് വാദിച്ചും തർക്കിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ ഞാൻ പറയണത്. അതായത് ഫക്കീർ മിസ്കീന് എന്ന് പറയുന്നത് അറബിക് ടേമിൽ പറയുമ്പോഴും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വിവക്ഷയിൽ ആ വ്യക്തിയുടെ അവസ്ഥയെ കുറിച്ചാണ് പറയണത്. അത് ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ അല്ല, ഇതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കണ്ടീഷൻ ആ പറയപ്പെടുന്ന ആള് മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ്. ആ മുസ്ലിങ്ങൾക്ക് സക്കാത്ത് സ്വീകരിക്കുന്ന ഒരേ ഒരു അവസ്ഥയുള്ളൂ, അത് ഹൃദയം ഇസ്ലാമിനോട് ഇണങ്ങി നിൽക്കുന്ന അവസ്ഥ എന്നുള്ളതാണ്. അതിന്റെ വിശദീകരണം നമുക്ക് ഹദീസിലും അതിന്റെ എന്താ പറയാ ഫിഖ്ഹിലൊക്കെ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടേ.
കഴിഞ്ഞു പറഞ്ഞോളൂ. ആ ലിയാഖത്ത് ഈ ഫക്കീർ എന്ന് പറഞ്ഞ വിഭാഗത്തിന് നമ്മൾ പഠിച്ചിടത്തോളം ഇപ്പം ലിയാഖത്ത് പഠിച്ച പോലെ തന്നെ ഹദീസും ഗ്രന്ഥവും മറ്റുള്ളതും ആധുനിക കാലഘട്ടത്തിലെ ജീവിത രീതിയൊക്കെ നോക്കി പഠിക്കുമ്പോൾ ഉം. ഫക്കീർ എന്ന് പറഞ്ഞ വിഭാഗത്തിന് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഉം. റോട്ടിൽ കൂടി വരെ അലഞ്ഞു നടക്കുന്ന ഉം. ഒരാളുടെ ഉം. ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ തന്നെയാണ് അതിന്റെ സത്യം. നമുക്ക് ഉം. വേണമെങ്കിൽ ന്യായീകരിക്കാൻ വേണ്ടി അതിന് പല മാനദണ്ഡവും കൊടുക്കാം. അപ്പൊ ഇസ്ലാമിക പണ്ഡിതന്മാര് ഉം. ലിയാഖത്തിനോട് സംസാരിക്കും പോലെ തന്നെ ലിയാഖത്ത് ആ ഒരു വിഷയത്തിൽ ഫക്കീർ എന്നുള്ള ഒറ്റ വാദം ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് ഇതാകും. സപ്പോസ് ഇനിയിപ്പം നിങ്ങളൊന്ന് പിന്നെ ഫക്കീർ വിശദീകരിച്ചു ഞാൻ തരൂ. പറയുന്ന പോലെ ഉം. അല്ല ഞാൻ പറയുന്ന പോലെ ഫക്കീർ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനാണ്, മതം ഇല്ലാത്ത ഒരാളാണെന്ന് ഉം. വിചാരിച്ചോളൂ. ഉം. അവർക്ക് നമുക്ക് വർഷം കണക്ക് കൂട്ടി 2.5% നമ്മുടെ സക്കാത്തായിട്ട് നമ്മുടെ മുതലിന്റെ, അതായത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി റമദാൻ മാസത്തിൽ വരുന്ന മറ്റേ പർദ്ദയിട്ട് വരുന്നവർക്ക് 30 റുപ്യ അല്ലെങ്കിൽ 100 വെച്ച് കൊടുക്കുന്ന പരിപാടിയല്ല ഞാൻ പറയുന്നത്. 1 ഉം. കോടി രൂപ ബാലൻസ് വന്നത് ഉം. നമ്മുടെ സ്വർണവും നമ്മുടെ സ്വത്തും മീൻസ് നമ്മൾ താമസിക്കുന്ന വീടും കഴിച്ചിട്ട് 1 ഉം. കോടി രൂപ ബാലൻസ് വന്നത് 2.5 ലക്ഷം രൂപ സക്കാത്ത് ഉം. അതിന് അർഹതപ്പെട്ടവർക്ക് തെരഞ്ഞു പിടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉം. അതിലും വലിയ സോഷ്യലിസം വേറെ എന്താ ഉള്ളത്? ആ ഒരു ഏരിയയിലുള്ള ആള് അല്ലെങ്കിൽ ആ ഒരു മഹലിലുള്ള ആൾ, ആ ഒരു സംസ്ഥാനത്തുള്ള ആളുകളെല്ലാം കയറി വരില്ലേ? ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള രാജ്യവും ഇസ്ലാമിക രാജ്യമാണ്. ഉം. ലോകത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രമായിട്ടുള്ള രാജ്യം, 2 നേരവും ഒട്ടകത്തിന്റെ മൂത്രം വരെ കുടിച്ചു കഴിയുന്ന സോമാലിയ പോലുള്ള രാജ്യമാണ്. ഉം. അവരൊക്കെ സത്യസന്ധമായ രീതിയിൽ കേരളത്തിൽ എത്ര മുതലാളിമാരുണ്ട്, ഇന്ത്യയിലുണ്ട്, ലോകത്തുണ്ട്. ഉം. 2.5% വെച്ച് കൊടുക്കുന്ന മില്യൺസും ട്രില്യൺസ് വരും. അപ്പൊ അതെല്ലാ ജനങ്ങളിലും പാവപ്പെട്ടവർക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് പട്ടിണിയും പരിവട്ടവും ഇല്ലാത്ത ഒരു സമൂഹം ഉയർന്നു വരില്ലേ? സത്യസന്ധമായി ഞാൻ ചെയ്യാനുള്ള പറയാം കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിലെ പ്രശ്നം ഉം, എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഈ പറയുന്ന ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ റോട്ടിൽ അലഞ്ഞു തിരിയുന്ന ഉം. ഒരു മനുഷ്യൻ, അയാൾ ജാതിയോ മതമോ പരിഗണിക്കാതെ കൊടുത്താൽ സക്കാത്ത് വീടില്ല. അയാൾക്ക് കൊടുക്കാം. സക്കാത്ത് വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്കല്ലേ റബ്ബ് നോക്കുക. അല്ലാതെ അല്ല ഞാൻ കൊടുത്ത ആളുടെ അല്ല പേര് പോസ്റ്റർ ഖുർആനിലോ അടിച്ച് ഒട്ടിച്ച് സോഷ്യൽ അല്ല മീഡിയയിൽ 2 അങ്ങനെയല്ലല്ലോ പഴം കൊടുത്തിട്ട് കാര്യം. അല്ലെങ്കിൽ നന്മമരം അങ്ങനെ കളിക്കുന്നവരുടെ നിങ്ങൾക്ക് കാര്യമല്ല ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് അല്ലാത്ത അല്ല ഒരുപാട് അല്ല ആളുകളുണ്ട് ഞാൻ ലോകത്ത്. പറയാം സക്കാത്തിന്റെ ആ നിബന്ധനകൾ നിങ്ങൾ വായിക്കൂ. ഞാൻ ഒരാള് വായിച്ചിട്ടാണ് പറയുന്നത്. സക്കാത്ത് കൊടുക്കേണ്ടത് അല്ല, ഒരു മുസ്ലിമിനായിരിക്കണം. സക്കാത്തിന്റെ നിബന്ധനയിൽ നമ്മൾ വായിക്കുന്നതും നമ്മൾ ഉം. മൂല്യന്മാരുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഇരുന്ന് രക്ഷപ്പെടാം. അതായത് ഇൻകം ടാക്സിനെ പറ്റിക്കാൻ വേണ്ടി ചാർട്ടേഡ് അക്കൗണ്ടിന്റെ പുറകെ പോകുന്ന അതേ രീതിയിൽ ഉം. നമുക്ക് ഫേവർ ആയിട്ടുള്ള അഭിപ്രായം പറയുന്ന മൂല്യന്മാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് കടമുണ്ട് സക്കാത്ത് നിങ്ങൾ കൊടുക്കണം. ഏത് 10 കോടി ഏതെങ്കിലും ഒരു ആസ്തിയുള്ളവന് എങ്ങനെയല്ല ഒരു മിനിറ്റ്, നമ്മൾ നോക്കൂ ഇസ്ലാമിലെ 10 കോടി ആസ്തിയുള്ളവന് 1 കോടി ആയിരിക്കും കടം. അപ്പൊ അവൻ എന്ത് പറയും? നിങ്ങൾ കടമാണ് പറഞ്ഞ എനിക്ക് പോയിന്റ് കൊടുക്കുന്നത്. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഒരു നാട്ടില് ജീവിക്കുന്ന മനുഷ്യർ അവരെല്ലാവരും മുസ്ലിങ്ങളാണെങ്കിൽ, ഫോർ നെയിം സേക്ക് എങ്കിലും ഫോർ നെയിം സേക്ക് എങ്കിലും മുസ്ലിങ്ങളാണ് ഒരു സമൂഹമെങ്കിൽ ആ സമൂഹത്തിലാണ് സക്കാത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, സക്കാത്തിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ആ സമൂഹത്തിന് സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഗുണകരമാണ്, സംശയമല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ബഹുമത സമൂഹത്തിൽ, ജനാധിപത്യ സമൂഹത്തിൽ, ഇന്ത്യ പോലത്തെ ഒരു നാട്ടിൽ ആ നാടിന്റെ അല്ലെങ്കിൽ ആ ഒരു പിന്നെ ആ പ്രദേശത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും പരിഗണിച്ച് സക്കാത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് തികച്ചും വർഗീയമായിട്ടുള്ള ഒരു സാമൂഹ്യ ക്രമത്തിൽ മാത്രം വർക്കൗട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമിലെ സക്കാത്ത് അത് ഒരു ആരാധനയും കൂടിയാണ് അല്ലേ? നിസ്കാരം പോലെ, ഹജ്ജ് പോലെ. ഇതിന് ഷർത്തുകളും ഫറലുകളും ഉണ്ട് ഇല്ലേ? അതിൽ ക്ലിയർ ആയിട്ട് അതിന്റെ ഷർത്തും ഫറലും നോക്കിയാൽ സക്കാത്ത് കൊടുക്കുന്നത് കൃത്യമായിട്ട് എണ്ണി പറഞ്ഞ വിഭാഗങ്ങൾക്കായിരിക്കണം. അതിന് ചില നിബന്ധനകളുണ്ട്. ആ വിഭാഗങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ നിബന്ധനകളുണ്ട്. അതിൽ ഒന്നാമത്തെ നിബന്ധനയാണ് അയാൾ മുസ്ലിം ആയിരിക്കുക എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ ഒരു പ്രത്യേക പ്രദേശത്ത് ഇപ്പൊ നമ്മൾ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സമൂഹത്തിനകത്ത് നിന്നിട്ട് നോക്കിയിട്ട് സക്കാത്ത് നല്ലതല്ലേ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്ക് നല്ലതാണ് അയാൾ ക്ലിയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ അത് മാനവികമായ ഒരു ദർശനമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് ആലോചിച്ചാലോ, അതത്ര മാനവികമായിട്ടുള്ള സാധനമല്ല. അത് തികച്ചും ഗോത്രീയമായിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഇസ്ലാമിനെ കുറിച്ച് സത്യസന്ധമായിട്ട് അഭിപ്രായം പറയാൻ കഴിയുന്ന ഏത് ഉസ്താദിനോട് നിങ്ങൾ ചോദിച്ചോളൂ. ഈ സുന്നിയോ മുജാഹിദോ ജമാഅത്തോ ആരും ആയിക്കോട്ടെ, ഒരു മുസ്ലിമിനെ ഞാൻ പറഞ്ഞുതരാം. നീഡി ആയിട്ടുള്ള അവരുടെ അഭിപ്രായമല്ല, ഇസ്ലാമിന്റെ അഭിപ്രായം. ഓരോ അവരുടെ അഭിപ്രായം അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഇയാൾക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായം ആലോചിച്ച് കണ്ടുപിടിച്ചത്. അല്ല, ഈ സക്കാത്ത് എന്ന് പറയുന്ന സംഭവം അവരുടെ അഭിപ്രായമല്ല സുഹൃത്തെ, അവരുടെ വ്യക്തിപരമായ അഭിപ്രായമല്ല. ഗ്രന്ഥം, ഇസ്ലാമിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പണ്ഡിതന്മാരെ അയാളെ ഇഷ്ടപ്രകാരമല്ലല്ലോ. ഖുർആനും ഹദീസും അല്ലേ?
അത് മുഖാന്തരം പിന്നീട് ആവശ്യമെങ്കിൽ ഇജ്മാവും ഖിയാസും ഇങ്ങനെയാണല്ലോ. അല്ല, ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കണം. ഇതേ ഇസ്ലാം തന്നെ പറഞ്ഞിട്ടില്ലേ, സൗദി അറേബ്യ നമ്മളോട് യുദ്ധത്തിന് വന്നാലും സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണമെന്ന് ഇതേ ഇസ്ലാം തന്നെയല്ലേ പറഞ്ഞത്. സ്വന്തം മാതൃരാജ്യത്തിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? അതൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ 100% നമ്മളിപ്പോ സക്കാത്തിനെ മുസ്ലിങ്ങളുള്ള കുറിച്ച് ഒരു സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ. രാജ്യത്തിനെതിരെ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമോ? നമുക്ക് സക്കാത്തിന്റെ കാര്യം തീരുമാനാക്കാം. സക്കാത്ത് അല്ല, സക്കാത്തിന്റെ മുസ്ലിങ്ങളെ കാര്യം പറയുമ്പോൾ സംബന്ധിച്ച് വേറെ പോയിന്റാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, നിങ്ങൾ സക്കാത്ത് നമുക്കിപ്പോ തീരുമാനാക്കാം. നമുക്ക് ഇന്ത്യ എന്ന് നമുക്ക് പറയുന്ന രാജ്യത്ത് ഇപ്പൊ ഞാനൊരു പട്ടാളക്കാരനാണെങ്കിൽ ഉം. എനിക്ക് പഠിപ്പിച്ചെന്ന ഇസ്ലാം വെച്ചിട്ട് എനിക്ക് നിങ്ങളൊന്നാ ഏത് രാജ്യം എന്നോട് യുദ്ധം ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ മാതൃരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യണമെന്നാണ് ഞാൻ എന്റെ ഇസ്ലാമിൽ കൂടി നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. എവിടുന്നാ പഠിച്ചേ? നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്ക് ചർച്ച കൊണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ. നിങ്ങളിപ്പോ പറഞ്ഞ ക്ലിയർ ഒരു ആയില്ല? പോയിന്റ് അല്ല എന്താ പറയാ, ഒരു ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യണോ വേണ്ടേന്ന് സംശയമുള്ള സാധനങ്ങൾക്ക് നിങ്ങൾ തന്നെ ഏകദേശം കൊണ്ടുണ്ടാകാം. റേഞ്ച് ഇല്ലാത്തടത്തെങ്ങാനാണോ? ക്ലിയർ ആവുന്നില്ല. അല്ല ഇവിടെ ക്ലിയറിന്റെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ക്ലിയർ ആവുന്നുണ്ട്. ഇല്ല, ക്ലിയർ ആവുന്നേ ഇല്ല. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കേൾക്കാൻ ബ്ലൂടൂത്ത് പറ്റുന്നുണ്ട്. ആണോ? അല്ല അല്ല, എയർടെൽ ആണോ? എനിക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഹലോ ഹലോ, എനിക്ക് കേൾക്കാൻ ഹലോ, പറ്റുന്നുണ്ട്. തീരെ ക്ലിയർ ആവുന്നില്ല. എനിക്ക് നന്നായിട്ട് കേൾക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത എനിക്കറിയില്ല. ഹലോ, ഒന്ന് കട്ടാക്കി വിളിക്കട്ടെ. ആ പറയൂ. ഇപ്പൊ ഓക്കെ. എന്താ ബ്ലൂടൂത്തിലായിരുന്നോ? അല്ല അല്ല. നമ്മൾ ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മളോടൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമില്ല, ഇസ്ലാമിൽ പറഞ്ഞ കാര്യമല്ലേ? എന്ത്? ഈ ലോകം മുഴുവൻ മുസ്ലിങ്ങളാണെങ്കിൽ ഇസ്ലാമിക നിയമം മാത്രം അനുസരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് ഉണ്ടെന്നുള്ളതുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഏത് നാട്ടിലാണോ, നമ്മൾ ഏത് രാജ്യത്താണോ അവിടുത്തെ നിയമത്തിനും പിന്നെ അവിടുത്തെ എന്താണോ ഉള്ളത് അതിന് നമ്മൾ ബാധ്യസ്ഥരല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ശരിയത്ത് നിയമത്തിൽ ജീവിച്ചാൽ പോരെ? ഇന്ത്യൻ പീനൽ കോഡ് നോക്കേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിത രീതികളൊക്കെ വരുന്നത്. അപ്പൊ ഫക്കീർ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഏത് നാട്ടിലുണ്ടോ അത് നമ്മുടെ ബാധ്യത തന്നെയാണ്. അല്ലാതെ വേണമെങ്കിൽ നമുക്ക് ഈ മറ്റേ ഉത്തമ മുസ്ലിങ്ങളായി എങ്ങനെ ആർക്കാണ് നിങ്ങൾ ഈ പറഞ്ഞ വേണമെങ്കിൽ വാദിക്കാം എന്നാണ്? ആർക്ക് വാദിക്കാം എന്നാണ്? അല്ല, അതിനെ എതിർക്കുന്നവരുടെ കാര്യം പറയാം. ഈ ഫക്കീർ എന്ന് പറഞ്ഞ വിഭാഗത്തിന് നിങ്ങൾ പറയുന്നത് മുസ്ലിങ്ങളിൽപ്പെട്ട ഫക്കീറാന്ന് പറഞ്ഞു. ഫക്കീർ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന ഒരു ഗതിയും പരഗതിയും നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ പറയുന്നതെന്ന് പറയൂ. നിങ്ങൾ ഏത് മതവിധിയുടെ അടിസ്ഥാനത്തിലാണ്, ഏത് ഖുർആൻ വേർഡിന്റെ സക്കാത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവകാശികൾ എന്ന് പറഞ്ഞ് പരിഗണിച്ചവരിൽ ഈ ഏഴിലെ ഒരു വിഭാഗം ഇത് വരുന്നുണ്ട്. ഫക്കീർ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഫക്കീർ എന്ന് പറഞ്ഞൊരു വിഭാഗം വരുന്നുണ്ട്. ഉണ്ട്. പക്ഷെ അതിന്റെ ഈ ഫക്കീർ എന്ന് പറയുന്ന ലോകത്ത് എല്ലായിടത്തും ഫക്കീറിന് ഒരു മുഖമല്ലേ ഉള്ളൂ. അവർക്ക് ജാതി ഉണ്ടോ, മതം ഉണ്ടോ? അവർക്ക് എന്തെങ്കിലും അവർ അന്നത്തെ അന്നം നോക്കി ജീവിക്കുന്നതല്ലേ? നാടോടികളായി നടക്കുക, വീടും ഇല്ല കുടിയില്ല ഒന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളല്ലേ? അവരെ നമുക്കൊരു പ്രത്യേക മതത്തിന് നിങ്ങൾ പറഞ്ഞ പേരിന്റെങ്കിലും അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഫക്കീർ അല്ലേ? ഫക്കീർ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ഇന്നത്തെ ഭക്ഷണം കിട്ടിയാൽ അതായി. ശരി, അവരെ ഞാൻ പറയുന്നത് ഇത് ഒരു ആരാധനയായിട്ടോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു സാമൂഹ്യ നീതിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണെങ്കിൽ അതിന്റെ നിബന്ധനകൾ വളരെ വിശദമായിട്ട് എഴുതി വെക്കപ്പെട്ടിട്ടില്ലേ? അത് നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെ നിബന്ധനകളിൽപ്പെട്ട 7 മുൻഗണന കൊടുക്കേണ്ട 7 ആൾക്കാരുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരാളല്ലേ ഈ ഫക്കീർ എന്ന് പറയുന്നത്. അതിൽ ഈ 7 അവകാശികളെ കുറിച്ച് പറയുമ്പോ അതിൽ ഒന്നാമത്തെ നിബന്ധനയാണ് സുഹൃത്തെ, ഈ 7 വിഭാഗം ആളുകളിൽ ഒരു വിഭാഗം ഒഴികെ ബാക്കിയെല്ലാം മുസ്ലിങ്ങളാണ്. ഒരു വിഭാഗം മാത്രമാണ് അമുസ്ലിമിന് കൊടുക്കാൻ കഴിയുന്നത്. അത് കൊടുക്കാം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. കൃത്യമായിട്ട് പിന്നെ ഇസ്ലാമിനോട് ഹൃദയം കൊണ്ട് മനസ്സിണക്കപ്പെട്ടവർ എന്നാണ് ഇതിന് പറയാ. അല്ല, ഒരു ഫക്കീറായ ഒരു മനുഷ്യന് ഇപ്പൊ ഇത് ഇസ്ലാമിക്കിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും ഒരു ഗതിയും പരഗതി ഇല്ലാത്തവനൊരു സഹായം നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവന് ഏത് മതത്തിൽപ്പെട്ടവനായാലും അല്ലെ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവനായാലും ഏത് സംഘടനയിൽപ്പെട്ടാലും അവനോടൊരു താല്പര്യം വരുമോ ഇല്ലയോ? ഒരു മാനവികത വെച്ച് സംസാരിക്കുന്ന ആളായതുകൊണ്ട് മനസ്സിലായില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ എന്ത് പിന്നെ മതത്തിന്റെ ആളായാലും ഒരു ഗതി ഇല്ലാതെ ഞാനൊരു വഴി കിടക്കാണ്. എനിക്കൊരു നേരത്തെ ഭക്ഷണത്തിനില്ല, വീടില്ല, കുടിയില്ല, രോഗങ്ങൾ. എന്നെ വന്നിട്ട് ഇനിയിപ്പോ ഏത് മതത്തിൽപ്പെട്ടോ നോക്കിയാലും അവൻ ആ മതത്തിന്റെ കാരണം കൊണ്ടാണ് ഇത് നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് താല്പര്യം വരില്ലേ ഓട്ടോമാറ്റിക്കായിട്ട്? അതുകൊണ്ട് എന്താ കാര്യം? അല്ല, അതുകൊണ്ടെങ്കിലും അവൻ രക്ഷപ്പെടുന്നുണ്ടല്ലോ. രക്ഷപ്പെടും. ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി രക്ഷപ്പെടുകയല്ലേ? ഞാൻ ചോദിക്കുന്നതേ, കാഫിറുകളും നിർമ്മതവാദികളും സക്കാത്ത് കൊടുക്കാൻ പാടില്ലാത്ത നിഷിദ്ധരായിട്ടുള്ള മനുഷ്യരാണ്. നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞുതരാം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാഫിറുകളും, കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ മതമായി അംഗീകരിക്കാത്ത
ഓക്കെ, അതൊരു അറബി എല്ലാ വേർഡാണ്. മനുഷ്യരും. അതിന് ഭയങ്കര ആ സ്പെസിഫൈ ചെയ്ത്, അതായത് സത്യനിഷേധിച്ചവരെന്ന് പറയുന്നത് അതിന് ഇപ്പൊ നമ്മളെ അറബിയിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഗോഡ് എന്നാണ് അർത്ഥം. അല്ലാതെ അള്ളാഹു എന്ന് പറഞ്ഞ പ്രത്യേക ഒരു സംഭവം ഒന്നല്ല. ഉം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരു വർത്താനം, അറബിയിൽ പറയുമ്പോൾ അതൊരു വേറൊരു ഞങ്ങൾക്ക് വേർഡ് ഞങ്ങൾക്ക് എന്നുള്ളതാണ്. ഒരു അതുപോലെ ചെറിയ തന്നെ ഭാഗം കാഫർ എന്ന് വായിച്ചു പറഞ്ഞാൽ. തരാം. ഞങ്ങൾക്ക് ഒരു ഭാഗം വായിച്ചു തരാം. ഫിഖ്ഹു സുന്ന എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട്. അതായത് ഈ മദ്ഹബുകളുടെ എന്തുകൊണ്ട് വ്യതിയാനങ്ങളെ പരിഗണിക്കാതെ കർമ്മശാസ്ത്ര വീക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് അല്ല, ക്രോഡീകരിച്ച് എഴുതപ്പെട്ട, നമ്മൾ ഈ ഞാൻ പറയട്ടെ പറയട്ടെ. ഞാനൊരു അല്ല, ഒരു നിങ്ങൾ ഒരു അങ്ങനെ മിനിറ്റ് എന്തെങ്കിലും നിങ്ങൾ ഇസ്ലാം എന്ന് അല്ല, പറഞ്ഞാൽ നിങ്ങൾ ഈ നിങ്ങൾക്ക് തോന്നുന്നത് ഗ്രന്ഥങ്ങൾ എനിക്ക് ഒരുപാട് വായിക്കുന്നതുകൊണ്ട് അല്ല, ഞാൻ ഗുണവും പറയട്ടെ. ദോഷവും ഉണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ അല്ല നിങ്ങൾ അല്ല നിങ്ങൾ അതെല്ലാം കർമ്മശാസ്ത്ര പറയട്ടെ. കേന്ദ്രമോ നിങ്ങൾ അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ അതിലേക്ക് നമ്മൾ ബുദ്ധിമുട്ടണേ? പോകണ്ടല്ലോ. നമുക്ക് അല്ല, അല്ലാതെ തന്നെ ഇസ്ലാമിക ഇസ്ലാം കാര്യം എന്ന് ഈമാൻ പറഞ്ഞാൽ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ തോന്നുന്നതും ഇസ്ലാമിക കാര്യം അല്ല, ഞാൻ പറയട്ടെ. അല്ല, ഇസ്ലാം അഞ്ച് എന്ന് ഇസ്ലാമിക കാര്യം അല്ല, പറഞ്ഞാൽ എന്താണ് ഇസ്ലാം അഞ്ചെണ്ണം എന്ന് ഞാൻ പറഞ്ഞാൽ? നിങ്ങളോട് ഒന്നും തർക്കിക്കാൻ വന്നിട്ടില്ല. അല്ല, അത് ഞാൻ ചോദിക്കാൻ വന്നിട്ടില്ല. ചോദിക്കുകയാണ് സുഹൃത്തെ, ഞാൻ ചോദിക്കുകയാണ്. ആ ഇസ്ലാം ആ എന്നാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഉം. എന്നതും എനിക്ക് എന്ത് തോന്നുന്നു എന്നതല്ലല്ലോ. ഞാൻ അത് ഈ ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊന്നും നിങ്ങളെ ഖുർആനിന്റെയും നിഷേധിക്കുന്നില്ല. നിങ്ങൾ ഹദീസിന്റെയും. പറഞ്ഞ അടിമത്തത്തിനെതിരെ പറഞ്ഞതും നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഞാൻ കാര്യമില്ല. അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ ലിയാഖത്തിനെ ഞാൻ വിളിക്കാൻ തന്നെ കാരണം മറ്റുള്ളവരിൽ നിന്ന് അതൊക്കെ വ്യത്യാസമായിട്ട് വേറെ പരിഹാസ വിഷയമാണ്. ഒരു മിനിറ്റ് ഇറ്റ്സ് നോട്ട് റെലവെന്റ് അറ്റ് ഓൾ. പരിഹാസ രൂപേണ അല്ലാതെ ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് ലിയാഖത്തിനുള്ളത് കൊണ്ടാണ് ലിയാഖത്തിനോട് ഈ കാര്യം പറയുന്നത്. കാരണം വെച്ചാൽ ഞാൻ ആരിഫ് ഹുസൈനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരാളാണ്. കാരണം സ്വന്തം ഹോമിയോപ്പതി പഠിച്ചിട്ട് അതിന് അല്ല, പുറത്തുനിന്ന് 5 കൊല്ലം ഇതൊന്നും നമ്മളെ പഠിച്ചിട്ട് വിഷയമല്ല. നിങ്ങൾ എന്നോട് അല്ല സംസാരിച്ചു തുടങ്ങിയ വിഷയമല്ല. ഒരു പക്ഷെ വിഷയത്തിൽ പറയുമ്പോൾ അതും നിൽക്കൂ. കൂടി ഞാൻ പറയണം. ഞാൻ അത് നിങ്ങൾക്ക് പറയുമ്പം അല്ല, അത് അല്ല മറ്റുള്ള ആളുകളെ ലിയാഖത്തിനോട് കുറിച്ച് ഞാൻ പറഞ്ഞു സംസാരിക്കാൻ വരുന്നത് എനിക്ക് വെച്ച് കഴിഞ്ഞാൽ താല്പര്യമില്ല. അപ്പൊ ഞാൻ പരിഹാസ രൂപേണ അതായത് നോക്കൂ, നിങ്ങൾ അലോപ്പതിയെ എന്നോട് തള്ളിക്കളയുന്ന വെച്ചാൽ സംസാരിക്കുന്ന വിഷയത്തിൽ നിൽക്കൂ. വിഷയത്തിൽ സക്കാത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിഷിദ്ധമായവർ, ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പറയാം. അതായത് ഫിഖ്ഹു സുന്ന അതായത് ഇവിടെ ഒരു മിനിറ്റ് കേരളത്തില് ഞാൻ ഒന്ന് വായിക്കട്ടെ, ഒരു ഞാൻ മിനിറ്റ് വായിക്കട്ടെ. നിങ്ങൾ അസ്വസ്ഥനാവില്ലേ? അല്ല അല്ല അങ്ങനത്തെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് കാര്യമില്ല. കാര്യമുണ്ട്, ആധികാരികത ഇല്ലാത്ത കാര്യമുണ്ട്. എന്നാ ഗ്രന്ഥങ്ങൾ പിന്നെ വായിച്ചിട്ട് നിങ്ങൾ അതിൽ പറയൂ, അഭിപ്രായം പറയുന്നതല്ല എന്തിന്റെ കാര്യം. അടിസ്ഥാനത്തിലാണ്, ഏത് ഗ്രന്ഥം വെച്ചിട്ടാണ് നിങ്ങൾ ഇസ്ലാമിനെ ഡിഫൈൻ അല്ല ചെയ്യുന്നത്? പറയൂ. ഞാൻ എന്റെ മനസ്സിന്റെ തോന്നലാണ്. ഞാൻ ഒരു ഗ്രന്ഥം വെച്ചിട്ടല്ല ആരിഫിനോട് സംസാരിക്കുന്നത്. ആരിഫ് അല്ല, ലിയാഖത്ത്. സോറി ലിയാഖത്തിനോട് സംസാരിക്കുന്നത്. ഞാൻ ഞാൻ എന്റെ അങ്ങനെയല്ല. ഒരു ഞാൻ ഗ്രന്ഥം ഇസ്ലാമിനെ വെച്ചിട്ടല്ല. അല്ല, നിങ്ങൾ അല്ല നിങ്ങളുടെ സ്വന്തം ലിയാഖത്തിൽ ഞാൻ മനസാക്ഷി കണ്ട വെച്ചിട്ടാണ് പ്രത്യേകത എന്താണെന്ന് സംസാരിക്കുന്നതെന്ന് വെച്ച് പറയണു. കഴിഞ്ഞാൽ ഒരു ലിയാഖത്ത് മിനിറ്റ്. എന്നെ പോലെ ചിന്തിക്കുന്ന നൂറുകണക്കിന് കോടിക്കണക്കിന് അതുകൊണ്ട് ആൾക്കാരുണ്ട്. കാര്യമില്ല. അതല്ല ഇസ്ലാം. അല്ല അതുകൊണ്ടേ കാര്യമുള്ളൂ. അല്ല, അതല്ല ഇസ്ലാം. ലിയാഖത്ത് വിചാരിക്കുന്നുണ്ടോ ഈ ഇസ്ലാമിക നാമധാരികൾ മുഴുവൻ, ഇപ്പൊ എന്റെ പേര് മൻസൂർ ബാബു എന്നാണ്, ഖത്തർ എന്നാണ് വിളിക്കുന്നത്. ഈ ഇസ്ലാമിക നാമധാരികൾ മുഴുവൻ ഈ മതപണ്ഡിതന്മാർ വന്ന് വയല് പറയുന്നതിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ അല്ല ഞാൻ എന്താ പറഞ്ഞുതരാം. അതിനുത്തരമില്ലേ? ഞാൻ അല്ല പറഞ്ഞുതരുന്നേ. ലിയാഖത്തിന് അല്ല, ഞാൻ അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന ഞാൻ ചോദിക്കുന്നത് ഉത്തരമില്ലാത്ത ലിയാഖത്ത് അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഇല്ലയോ? അസ്വസ്ഥനാവുന്നത്? കാരണം ഈ ഞാൻ മതപണ്ഡിതന്മാർ വന്ന് ഗ്രന്ഥത്തിലേക്ക് വയല് പോകുമ്പോ പറഞ്ഞിട്ട് എന്തിനാ നമ്മൾ നിങ്ങൾ അസ്വസ്ഥനാവുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇല്ല അസ്വസ്ഥതയില്ല. ഞാൻ എനിക്ക് പറഞ്ഞു നിങ്ങൾ ആ തരാംന്നേ. ചോദ്യത്തിന് ഒളിച്ചോടുമ്പോഴുള്ള അസ്വസ്ഥതയുള്ളൂ. എനിക്ക് സൂറത്ത് നിങ്ങളോട് ഞാൻ തൗബയിലെ ചോദിക്കുന്ന സ്പെസിഫിക് ചോദ്യത്തിന് ആ, നിങ്ങൾ തെന്നി മാറുമ്പോഴുള്ള ഒരു അസ്വസ്ഥത ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം പറയട്ടെ, ഞാൻ നിങ്ങളോട് പറയാൻ ചോദിക്കുമ്പോൾ നിങ്ങളെ നിങ്ങൾ ഉത്തരം പറയില്ല. സമ്മതിക്കുന്നില്ലല്ലോ. അല്ലാതെ നിങ്ങൾ മറ്റുള്ള പലരോടും കറക്റ്റായിട്ട് നിങ്ങൾ ചോദിച്ചിട്ട് ആണോ അല്ലയോ ചോദിക്കുമ്പോൾ അവരുടെ ഉത്തരമില്ലായ്മ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ മറുപടി പറയുന്നത്. നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ഒരു ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ ചോദിക്കുന്നത്. എന്നെ പഠിപ്പിച്ച മതം, ഞാൻ പഠിച്ച മതം, ഞാൻ ജീവിക്കുന്ന മതം, അതിൽ ഒരുപാട് പോരായ്മകളും ന്യൂനതകളും ഉണ്ടെങ്കിൽ പോലും സക്കാത്ത് എന്ന് പറഞ്ഞ ഒരു സംഭവത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു. അത് ഇന്നും എന്നും നാളെയും ഒരു മനുഷ്യ സമൂഹത്തിന് ഉപകാരം ചെയ്യുന്നതാണ്. തെറ്റാണ്. അത് എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന് ഉപകാരപ്പെടുന്നതാണ്. 2% കൊടുക്കാൻ മുസ്ലിങ്ങളിലെ പറയുന്നത് പാവങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ല. ഞാനത് ഫക്കീർ എന്ന് സമ്മതിച്ചല്ലോ. പറഞ്ഞ വർത്താനം, ഫക്കീർ എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ തെളിവ് വെക്കൂ. ബഹളമല്ല. തെളിവ് നിങ്ങൾക്ക് പറയൂ. ബഹളമായി തോന്നുന്നതിന് അല്ല, ഞാൻ നിങ്ങൾ സംസാരിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പഠിച്ച ഇസ്ലാം, നിങ്ങൾ അറിഞ്ഞ ഇസ്ലാം. ഓക്കെ, നിങ്ങൾ നിങ്ങളെ പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമിൽ സക്കാത്തിന്റെ അവകാശികളിൽ മതം പരിഗണനാ വിഷയമാണോ അല്ലേ? മതം ഞാൻ ഒരു കാര്യം പറയട്ടെ. മതം പറയൂ. ഇത് സ്വീകരിക്കുന്ന മതത്തിൽ ആളുടെ മതം പരിഗണന വിഷയമാണോ അല്ലേ? നിന്നാണല്ലോ ഇത് പഠിക്കുന്നത്. മതം പഠിക്കുമ്പോഴാണല്ലോ ഇത് പഠിക്കുന്നത്. പക്ഷെ അതിൽ 7 വിഭാഗം പറഞ്ഞതിൽ ഒരാൾ ഫക്കീറാണ്. ഈ ഫക്കീർ എന്ന് പറയുന്ന വിഭാഗത്തിന് മതം ഇല്ല. ഫക്കീർ എന്ന് പറയുന്ന നിങ്ങൾ പഠിച്ചത് എവിടുന്നാണ്? നിങ്ങൾ പഠിച്ചത് എവിടുന്നാണ് പറഞ്ഞാൽ മതി. ഞാൻ പഠിച്ച സോഴ്സ് എനിക്ക് പറഞ്ഞു. എന്റെ ജീവിതത്തിനോ പഠിച്ചത്. നിങ്ങളെ സോഴ്സ് ഇസ്ലാമിക് 20 സോഴ്സ് രാജ്യങ്ങളുടെ മുകളിൽ 22 രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ട് പല ആളുകളുമായിട്ട് സംസാരിക്കാനും ബന്ധപ്പെടാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. ആ അനുഭവങ്ങൾ കൂടി ഞാൻ പറയാം. ഞാൻ ഒരിക്കലും നിങ്ങളെ ബാക്കിയുള്ള സുഹൃത്തെ, നിങ്ങളുടെ അനുഭവം അല്ലല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അനുഭവം അല്ലാതെ എന്താ ജീവിതം? നിങ്ങളെ അനുഭവം അല്ല ഇസ്ലാം. അല്ല, ലോകത്തെ അനുഭവം അല്ലാതെ എന്താ ജീവിതം? ഇന്ത്യനെ കുറിച്ച് നമ്മൾ കുറെ ഇന്ത്യയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആ അനുഭവം കിട്ടുമോ? ഇന്ത്യനെ കുറിച്ച് നിങ്ങൾ കുറെ വായിച്ചു പഠിച്ചു. ഇന്ത്യയിൽ വരുന്ന ഒരാൾക്ക് വായിച്ചു പഠിച്ച അനുഭവമാണോ കിട്ടുന്നത്? ഞാൻ പറഞ്ഞുതരാം. ആണോ? ഞാൻ പറയട്ടെ. നിങ്ങൾ പറയട്ടെ. നിങ്ങൾ ഈ പറയുമ്പോ എന്തിനെ ഇടങ്ങാറാവണം? എന്തിനാ? ഞാൻ പറയട്ടെ. ഞാൻ നിങ്ങളോട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് സ്പെസിഫിക് ആയിട്ട് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ആരിഫ് ഹുസൈന്റെ കാര്യമൊക്കെ എടുത്തത്. കാരണം ഹോമിയോ ഒഴിവാക്കി വരാൻ അയാൾ പറഞ്ഞ സുഹൃത്തെ, നിങ്ങൾ ഇസ്ലാം
കാഫിറായിട്ടുള്ള ആളുകൾക്ക് കൊടുത്താൽ സക്കാത്ത് വീടോ ഇല്ലേ? നിങ്ങൾ അതിന് മറുപടി പറയും. ഫക്കീറാണോ വീടും? വീടൂല. വീടും ഇല്ല. ഇല്ലെന്ന് നിങ്ങൾ നിങ്ങൾ എങ്ങനെ നിങ്ങൾ പറയാ? അതിന്റെ തെളിവ് തന്നാ മതി. അല്ല വീടൂല ഈ എന്നുള്ളതിന്റെ തെളിവ് തെളിവ് എന്ന് ഞാൻ തരാം. പറഞ്ഞ് അല്ല, വീടൂല എന്നുള്ളതിന്റെ തെളിവ് ഞാൻ തരാം. നിങ്ങൾ വീടുന്നുള്ളതിന് തെളിവ് നിങ്ങള് പറഞ്ഞോളി. നിങ്ങളോട് തെളിവ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രന്ഥം എടുത്തിട്ട് പറയും. ആ ഗ്രന്ഥം വേറൊരാൾക്ക് ഇതായിരിക്കില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ ഇത്രയും വിഭാഗങ്ങൾ വരണ്ടല്ലോ. കാരണം വെച്ചാൽ ഒറ്റ വിഭാഗം ഉണ്ടാവുള്ളൂ. ഉം, ഇസ്ലാമിൽ സുന്നി, മുജാഹിദ്, ജമാഅത്ത്, AP, EK എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടീം ഉണ്ടാവുന്ന എന്താ? ഉം, ഈ പല കാര്യങ്ങളിലും അവർക്ക് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ ടീം ഉണ്ടായി പോകുന്നത്. ഉം. പക്ഷെ ഇതിലൊക്കെ പൊരുത്തം തോന്നുന്ന ഒരു കാര്യം അതിൽ നടക്കുന്നതുകൊണ്ടാണ് അതിലിപ്പോഴും ആളുകൾ വരുന്നത്, അതിനിപ്പോഴും ആളുകൾ ബഹുമാനിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽവക്കക്കാരനെ സ്നേഹിക്കണം, കൂടെ നിൽക്കണം, കൂടപ്പുറപ്പുകളെ പോലെ സുഹൃത്തെ, കരുതണം എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾ തന്നെയാണ് എന്താ അറിയോ, സ്നേഹിക്കുന്നത്. ഇതുകൊണ്ട് കാര്യമില്ല. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ മാതാപിതാക്കള് വെറുതെ ബഹളം വെച്ചോണ്ട് വൃദ്ധസദനത്തിൽ കാര്യമില്ല. ഏറ്റവും സക്കാത്ത് അല്ലല്ല സക്കാത്ത് മതപരമായ നിർബന്ധ ബാധ്യതയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മതപരമായ അതെ നിർബന്ധ ബാധ്യതയായ അതെ അദ്ദേഹത്തിന്റെ അതെ ആരാധനയുടെ ഭാഗമായ കാര്യമാണ് സക്കാത്ത്. അതെ ആ അതെ സക്കാത്തിന്റെ നിർദ്ദിഷ്ടമായിട്ടുള്ള ആ സക്കാത്ത് പൂർത്തീകരിക്കണമെങ്കിൽ അതിന് ചില ഉം, ഷർത്തുകളുണ്ട്, അല്ലേ? ഉം. ആ ഷർത്തുകളിൽ ഓക്കെ, പ്രധാനപ്പെട്ടതാണ് അത് സ്വീകരിക്കുന്നയാൾ മുസ്ലിം ആയിരിക്കുക എന്നുള്ളത്. പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആണ്. ഇനി അത് നിങ്ങൾ കേട്ടോളിയും. സക്കാത്ത് നിഷിദ്ധമായവർ, സക്കാത്തിന്റെ വിതരണ വകുപ്പുകൾ ഏതെല്ലാമെന്നും അതിന്റെ അവകാശികൾ ആരെല്ലാമെന്നും നാം മുൻപ് വിവരിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് വായിച്ചു തരുന്നത് ഫിഖ്ഹ് സുന്ന എന്ന് പറയുന്ന ഈ 4 മദ്ഹബുകളുടെയും വീക്ഷണങ്ങളും സ്വതന്ത്രമായിട്ടുള്ള പണ്ഡിതാഭിപ്രായങ്ങളും ഒക്കെ പരിഗണിച്ച് എഴുതപ്പെട്ടിട്ടുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. സമഗ്രമായ കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. ഞാൻ ഫത്തുൽ മൊയിൻ എടുക്കാത്ത എന്താ വെച്ചാൽ ഫത്തുൽ മൊയിൻ സുന്നികൾക്ക് എടുക്കും, ചില മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമിയും അത് പരിഗണിക്കൂല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫിഖ്ഹ് സുന്ന എടുത്തത്. ഇവിടെ കേരളത്തിൽ IPH മലയാളത്തിലേക്ക് പ്രസിദ്ധീകരിച്ച ഫിഖ്ഹ് സുന്നയുടെ നിങ്ങൾ കിതാബ് വായിക്കണമെങ്കിൽ നിങ്ങൾ അസ്വസ്ഥപ്പെട്ടൊരു കാര്യമില്ല. ഈ ഫിഖ്ഹ് സുന്ന എന്ന് പറയുന്നത് എത്രാമത്തെ പതിപ്പാന്ന് കൂടി പറഞ്ഞത് ഇത് കേൾക്കുന്നവർക്ക് വേണമെങ്കിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഉം, ആ 11ാമത്തെ എഡിഷൻ മെയ് 2019 പ്രസിദ്ധീകരിച്ച ഉം. 11ാമത്തെ എഡിഷൻ അതിന്റെ 300ാമത്തെ പേജിൽ സക്കാത്ത് നിഷിദ്ധമായവർ എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സക്കാത്തിന്റെ വിതരണ വകുപ്പുകൾ ഏതെല്ലാമെന്നും അതിന്റെ അവകാശികൾ ആരെല്ലാമെന്നും നാം മുമ്പ് വിവരിച്ചു കഴിഞ്ഞു. ഇനി സക്കാത്ത് വാങ്ങാൻ പാടില്ലാത്തവരും അതിന്റെ അവകാശികളല്ലാത്തവരുമായ വിഭാഗങ്ങളെ കുറിച്ച് പ്രതിപാദിക്കാം. അവർ താഴെ പറയുന്നവരാകുന്നു: കാഫിറുകളും നിർമ്മതവാദികളും. ഇതിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പോലുമില്ല. സക്കാത്ത് അവരിലെ ധനികന്മാരിൽ നിന്ന് വസൂൽ ചെയ്യുകയും അവരിലുള്ള ദരിദ്രന്മാർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ന ഹദീസിലെ അവരുടെ എന്നതുകൊണ്ടുള്ള വിവക്ഷ മുസ്ലിം ധനികരും മുസ്ലിം ദരിദ്രരും മാത്രമാകുന്നു. ഇബ്നു മുൻദിർ പറയുന്നു, നമുക്ക് അഭിപ്രായം പറയാവുന്ന എല്ലാ പണ്ഡിതന്മാരും ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ദിമ്മികൾ, അതായത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജിസിയ കൊടുത്ത് സംരക്ഷണ നികുതി കൊടുത്ത് ജീവിക്കുന്ന ആളുകൾ അവരുടെ ധനത്തിന്റെ സക്കാത്തിൽ നിന്നൊന്നും തന്നെ നൽകരുത് എന്നാണ്. അവർക്ക് പോലും സക്കാത്തിൽ നിന്ന് കൊടുക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ ഹൃദയം ഇണക്കപ്പെടേണ്ട അമുസ്ലിങ്ങൾ മുഅല്ലഫത്തുൽ ഖുലൂബ് മാത്രമാണ് ഈ പൊതു നിയമത്തിൽ നിന്ന് ഒഴിവാകുന്നത്. നിർബന്ധ ദാനത്തിന്റെ കാര്യത്തിലാണ് ഇത്രയും പറഞ്ഞത്. എന്നാൽ ഐച്ഛിക ദാനങ്ങളിൽ അത് ദിമ്മിയായാലും അമുസ്ലിമിനും നൽകാവുന്നതാണ്. ലിയാഖത്തിനോട് ഞാൻ ഒരേ ഒരു ചോദ്യം ചോദിക്കാം. ഇതേപോലത്തെ ഒരു ബുക്ക് നാളെ ഞാൻ എഴുതി ഉണ്ടാക്കിയിട്ട് ഇതാണ് ഇസ്ലാമിലെ നിയമം എന്ന് പറഞ്ഞ് ലിയാഖത്തിനെ കൊണ്ട് വായിപ്പിച്ച് കഴിഞ്ഞാൽ ഇല്ല, മാറൂല. അല്ല, ഞാൻ ഇല്ല, മാറൂല. മുസ്ലിം പണ്ഡിത ലോകം അംഗീകരിക്കുന്ന, മുസ്ലിം ലോകം പൊതുവിൽ അംഗീകരിക്കുന്ന അഭിപ്രായങ്ങൾ പലതും. സുഹൃത്തെ, ഇത് ഞാൻ എഴുതിയ കിതാബാണോ ഇത്? അല്ല, ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ എന്തൊരു കഷ്ടം. നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പഠിച്ച മതത്തിൽ നിങ്ങൾ എവിടെ പഠിച്ചു? മുസ്ലിമായ ഫക്കീറിന് നിങ്ങൾ പരിചയപ്പെട്ട ലോകമല്ല സുഹൃത്തെ ഇസ്ലാമേ. അല്ല, അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഗ്രന്ഥമാണ്. ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ലിയാഖത്തിന്റെ സംസാരം കേട്ടതൊന്നും മുസ്ലിങ്ങളായ ആളുകൾ മുഴുവൻ മറ്റു മതസ്ഥരെ വെറുപ്പോടും മോശമായിട്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഗൾഫ് നാടുകളിൽ എത്ര മുസ്ലിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, കുടുംബം നോക്കുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞ കാര്യമല്ല. ഞാൻ ഒരു വിഷയത്തിൽ പറയുമ്പല്ലേ, ഞാൻ അതിൽ ഉറച്ചു നിന്ന് സംസാരിക്കുന്ന ആളാണ്. സംസാരത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. അല്ല, ഇസ്ലാമിന്റെ ആകത്തുക വർഗീയതയാണ്. അൽ ഉമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ഞാൻ പറഞ്ഞുതരാം.
അൽ ആ ഉമ്മത്ത് എന്നാണ്. അൽ ഉമ്മ എന്ന് അല്ല പറഞ്ഞാൽ അതൊക്കെ അൽ ഉമ്മ ആളെ എന്ന് കൂട്ടാൻ ഞാൻ വേണ്ടി ഇന്നത്തെ പറയട്ടെ രാഷ്ട്രീയക്കാർ സുഹൃത്തെ. ചെയ്യും പോലെ തന്നെ അൽ ഉമ്മ ആളെ എന്ന് കൂട്ടാൻ പറഞ്ഞാൽ വേണ്ടി ഇന്നത്തെ രാഷ്ട്രീയക്കാർ ചെയ്യും പോലെ അൽ അന്നത്തെ ഉമ്മ, കാലത്ത് ഇത് ഞാൻ ചെയ്തിട്ടുണ്ടാവാം, അത് പറഞ്ഞതല്ല, മുഹമ്മദ് നബി സംസാരിച്ചിട്ടുണ്ടാവാം. പറഞ്ഞാണ്. അൽ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ല എന്റെ പൊന്നെ. നിങ്ങളല്ലാന്ന് ഈ നിങ്ങളുടെ ഈ ആഗ്രഹം ഈ പറയുന്നു. അറബി അല്ല പക്ഷേ ആഗ്രഹമല്ല, നടക്കുന്ന യാഥാർത്ഥ്യമാണ് പറയുന്നത് സുഹൃത്തെ. നടക്കുന്ന യാഥാർത്ഥ്യമല്ല ഇന്നും ഇസ്ലാം. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാമിക രാജ്യങ്ങൾ നടക്കുന്നതല്ല ഇസ്ലാം. അന്യമതസ്ഥർ ജോലി ചെയ്യുന്ന അത്ര വേറെ എവിടെയും അതല്ല ജോലി ചെയ്യുന്നില്ല. ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അപ്പൊ അത് ഗ്രന്ഥമാണ്, ഇസ്ലാം അല്ല. ഖുർആനാണ്. നിങ്ങൾക്ക് എന്താണോ താല്പര്യമുള്ള അല്ല, അത് മാത്രം ഇസ്ലാം. നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങൾ ഗ്രന്ഥത്തിന് എടുത്ത് പറഞ്ഞോളി. അല്ല ഞാൻ ഒരു വിഷയം നിങ്ങളോട് നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഖുർആനിൽ നിന്നോ ഇസ്ലാമിന്റെ ഹദീസിൽ എല്ലാ നിന്നോ കാര്യങ്ങളും നിങ്ങളുടെ വാദം correct ആണോ? തെളിയിച്ചോളൂ. അല്ല ഞാൻ വാദം തെളിയിക്കാൻ വേണ്ടിട്ട് പറയുമ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ അപ്പൊ ഏതൊരു എന്താണ് book നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ പറയണ പണ്ഡിതന്മാരെ എന്റെ പറയുന്നത്. അനുഭവം എന്നാണ്. ഞാൻ പറഞ്ഞത് ഞാൻ ലോകത്ത് നടന്ന് കണ്ട കാര്യങ്ങളാ പറഞ്ഞത്. ഒരു മുസ്ലിമും മറ്റുള്ള മതസ്ഥനെ കാണുമ്പോൾ മോശമായിട്ട് കാര്യം ഇതൊന്നും നമ്മൾ അവൻ എന്റെ സക്കാത്തിനെ മതത്തിൽ കുറിച്ചാണ് പെട്ടല്ലാത്തതുകൊണ്ട് സംസാരിക്കുന്നത്. എങ്ങനെ സക്കാത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. സക്കാത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ സക്കാത്ത് മാത്രമല്ലല്ലോ പറഞ്ഞത്, ഞാൻ സക്കാത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളിപ്പോ ഇന്ന് സ്പെസിഫിക് ആയിട്ട് സക്കാത്തിന്റെ സംസാരിച്ച കാര്യം ഞാൻ ടോപ്പിക് പറഞ്ഞതാണ്. സക്കാത്താണ്. എന്ത് സക്കാത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞതാണ് എന്ത് ഫക്കീറന്മാർ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ട് അവർക്ക്. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് ഫക്കീറന്മാർ ആരെങ്കിലും നാളെ മതത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവർ. ഫക്കീർ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. അതായത് അയാളുടെ സാമ്പത്തിക സാമൂഹ്യ അവസ്ഥയെ കുറിക്കുന്ന ഒരു വിശേഷണമാണ്. അത് ഫക്കീറന്മാരായിട്ടുള്ള മുസ്ലിങ്ങൾ ഉണ്ടാവും, അമുസ്ലിങ്ങൾ ഉണ്ടാവും, നിരീശ്വരവാദികളൊക്കെ ഉണ്ടാവും. മനസ്സിലായോ? ഇതില് ഏതെങ്കിലും ഒരു ഫക്കീറിന് ഇസ്ലാം മതം പരിഗണിക്കാതെ സക്കാത്ത് വീടുമോ? മതപരമായ നിർബന്ധ ബാധ്യത, അതായത് നിർബന്ധമായ സക്കാത്ത്, നിർബന്ധമായ കാര്യമാണല്ലോ സക്കാത്ത്. നിങ്ങൾ ദാനം കൊടുക്കാം, ധർമ്മം കൊടുക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതൊരു നിർബന്ധ ബാധ്യതയായിട്ട് തന്റെ ധനത്തിൽ നിന്നുള്ള സക്കാത്ത് അയാൾക്ക് കൊടുത്തു വീട്ടണമെങ്കിൽ, അത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഈ 2.5% ഖുർആൻ അനുസരിച്ചും ഇസ്ലാം അനുസരിച്ചും വിവക്ഷിച്ചിട്ടുള്ള വിഭാഗങ്ങൾക്ക് തന്നെ കൊടുക്കണം. ഖുർആനില് ഈ സക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് വിവക്ഷയുണ്ടോ? ഖുർആനിൽ 5 വഖ്ത് നിസ്കരിക്കുന്നതിനെ കുറിച്ച് തന്നെ വിവക്ഷല്ല. പിന്നെ ഇപ്പൊ ഇതിനകത്ത് ഇല്ല, അതുകൊണ്ടാ പറഞ്ഞത്. അതാ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞു 5 നേരത്തെ നിസ്കാരമല്ല. നിസ്കാരം 5 വക്താണോ? 5 വക്ത് നിസ്കാരം വിവിധ അഭിപ്രായങ്ങളുണ്ട്. അല്ല, നിങ്ങളുടെ അഭിപ്രായം പറയൂ. അല്ല നമ്മൾ പണ്ട് മുതലേ കാണുന്നതും എല്ലാം 5 വക്ത് തന്നെയല്ലേ. 5 വക്താണ്. നമ്മൾ ലോകത്ത് എവിടെ പോയി അല്ല ഒരു മിനിറ്റ്, ലോകത്ത് എവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് തന്നെ കണ്ടിട്ടുള്ളൂ. അത് കാണാത്ത അതല്ലാത്ത മുസ്ലിങ്ങളെ അങ്ങക്ക് കാണിച്ച് നിങ്ങൾ അംഗീകരിക്കുമോ? ഉണ്ട്, അംഗീകരിക്കുന്നു. അപ്പൊ ഇസ്ലാമിൽ ഏതാണ് നിസ്കാരം? അല്ല ഇതൊരു മതം വലുതാകുമ്പോ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും പല ഗ്രൂപ്പും വരില്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ മുസ്ലിങ്ങൾക്ക് കൊടുത്താൽ സക്കാത്ത് വീടും എന്ന് പറയും. CPM മുസ്ലിങ്ങൾക്ക് സക്കാത്ത് ഓരോ കൊടുത്താലും രാഷ്ട്രീയ പാർട്ടികളും പോലെ തന്നെയല്ലേ ഇതും. ഇല്ല, മുസ്ലിങ്ങൾക്ക് സക്കാത്ത് കൊടുത്താലും ഇസ്ലാമികമായ സക്കാത്തിന്റെ ബാധ്യത വീടും എന്ന് പറയുന്ന, അങ്ങനെ വിചാരിക്കുന്ന ഏതെങ്കിലും മുസ്ലിം വിഭാഗം ഉണ്ടോ? നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരല്ല വിഭാഗം. വീതം കൊടുക്കണം എന്ന് താങ്കളെ കാണാത്തോണ്ടാണ് സുഹൃത്ത്. അതാ കണ്ടിട്ട് കാര്യമില്ല സുഹൃത്തെ. പിന്നെ ഏതെങ്കിലും ഫത്തൽ മുബീനോ അല്ലെങ്കിൽ വേറെ എന്തോ ഇത് മാത്രം വെച്ചിട്ടാണ് ഇസ്ലാമിനെ വിലയിരുത്തുന്നത്. ലോകത്ത് മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യങ്ങൾ കൂടി യാത്ര ചെയ്ത് അവരുടെ ജീവിത രീതിയും അവർ മറ്റുള്ളവരെ സഹായിക്കുന്നതും അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കും. താങ്കളുടെ സംസാരവും കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും നമ്മൾ ജനിച്ചപ്പം മുതൽ ഇവർ ഈ മറ്റുള്ള മതസ്ഥർക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് നീയത്ത് വെച്ച് ജീവിക്കേണ്ട ആൾക്കാരാണെന്ന് ചിന്തിക്കുക. ആ ഒരു പൊതുബോധം മാറ്റണം താങ്കൾ സംസാരിക്കുന്നെങ്കിലും. കാരണം കേൾക്കുന്നവൻ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. ഇപ്പൊ ഞാൻ എന്റെ പേര് ഇസ്ലാമിന്റെ പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ നിങ്ങൾ പറഞ്ഞുള്ള കാര്യം അടിമത്തം വേണ്ടി റൊണാൾഡോ ഒച്ചിടാണ്. അതിന് കാര്യമില്ല സുഹൃത്തെ. എന്താ പ്രശ്നം അറിയോ? പിന്നെ സക്കാത്ത് എന്ന് പറയണത് കൃത്യമായിട്ട് 8 വിഭാഗം മനുഷ്യർക്ക് കൊടുക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ഈ പറയുന്ന ഫക്കീർ, മിസ്കീൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കാര്യത്തിൽ അവർ മുസ്ലിം ആയിരിക്കണം എന്ന നിബന്ധനയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഫക്കീറിലും മിസ്കീനിലും ഒക്കെ, ഫക്കീറിനും മിസ്കീനിനും ഒക്കെ ഉണ്ട്. എന്താണ് ഫക്കീർ എന്ന് പറഞ്ഞ ആളുടെ വിവക്ഷ നിങ്ങൾക്ക് സുഹൃത്തെ? ഫക്കീർ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സാമ്പത്തികാവസ്ഥയാണ്. ഒരു മിനിറ്റ്, എന്താ കഥ? പിന്നെ നിങ്ങൾ തെളിവ് വെക്കൂ. അമുസ്ലിമിന് സക്കാത്ത് എന്ന് പറഞ്ഞാൽ സക്കാത്ത് അമുസ്ലിമിന് സക്കാത്ത് വീടുമോ? നോക്കട്ടെ. അമുസ്ലിമായ മനുഷ്യന് ഒരു മനുഷ്യന് നമസ്കരിക്കണമെങ്കിൽ പുക്കിളിനും മുട്ടിനും താഴെ പിന്നെ നമ്മുടെ ഔറത്ത് മറയണം നിർബന്ധമല്ലേ? അതെ.
അതേ പൊരുത്തൊരു ഓക്കെ. ഷർത്താണ് സുഹൃത്തേ അത്. അത് ഒരു ഫക്കീറിന് ചിലപ്പോൾ അത് മറ്റേ അത്രയും വലിയ ഡ്രസ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അപ്പൊ അവൻ ഫക്കീറാണ്, അവൻ നമസ്കരിക്കുന്നവനല്ല, അവൻ മുസ്ലിം പേര് കൊണ്ട് അല്ലാത്ത തന്നെ മുസ്ലിം ആയിക്കൊള്ളുന്നില്ല. ഉം നിങ്ങൾ മുസ്ലിം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? 5 നേരം നമസ്കരിക്കാൻ താടി തൊപ്പി എന്തൊരു നിൽക്കുന്ന കഷ്ടാണ്. ആളാണ് നോക്കൂ, മുസ്ലിം. ഇതെന്താ അറിയോ, നമ്മള് അല്ല, ഇതിൽ എവിടെയും കഷ്ടാന്ന് നിങ്ങൾക്കൊരു പറയുന്നതിന് അടിസ്ഥാനം ഇല്ലാതെ അർത്ഥമില്ല. വെറുതെ കാരണം നിങ്ങൾ നിങ്ങൾ അത് വർത്താനം അംഗീകരിച്ചേ പറയല്ലേ. പറ്റുള്ളൂ. ഫക്കീർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ലോകത്തുണ്ടെങ്കിൽ അവനെ നോക്കേണ്ട ബാധ്യത എല്ലാ മുസ്ലിങ്ങൾക്കും ഉണ്ട്. അത് അവന്റെ ഔദാര്യമൊന്നുമല്ല. സക്കാത്ത് വീടൂല, 2% സക്കാത്ത് സക്കാത്ത് കൊടുക്കും. വീടൂല, നിങ്ങൾ ആലോചിച്ച് നോക്ക്. സക്കാത്ത് വീടൂല. അങ്ങനത്തെ ഒരു നിങ്ങൾ ഇനി പറയൂ ഓക്കെ, സുഹൃത്തെ, സക്കാത്ത് വീടൂല. ഇനി ഓക്കെ, നിങ്ങൾ പറയുന്ന എല്ലാ സക്കാത്ത് ഷുഡ് വാദഗതികളും നോട്ട് ഞാൻ ബി പെയ്ഡ് അംഗീകരിച്ചുകൊണ്ട് ടു തന്നെ എ ഞാൻ ചോദിച്ചു വിടാം. കാഫിർ ഓക്കെ നോൺ ഓക്കെ, മുസ്ലിം ഞാൻ നിങ്ങളുടെ unless ഞാൻ he നിങ്ങളുടെ or she is from ലിയാഖത്തിന്റെ those inclined to become Muslims. മുസ്ലിം ലിയാഖത്തിന്റെ എല്ലാ ആവുകയോ മുസ്ലിം ആവാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നത് വരെ വാദഗതി അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഫക്കീർ എന്ന് പറഞ്ഞ ഒരു വിഭാഗം അന്യമതസ്ഥിലായാലും കൊടുക്കാൻ കൊടുത്താൽ മനസ്സാക്കിയുള്ള സക്കാത്ത് വീടില്ല താല്പര്യമുള്ള ആളുകൾ എന്നാണ് എല്ലാ ചെയ്യുകയാണെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാരും എല്ലാ ഇസ്ലാമിക കർമ്മശാസ്ത്ര ചെയ്യുകയാണെങ്കിൽ അത് പണ്ഡിതന്മാരും നല്ലതാണോ അല്ലയോ? എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും എല്ലാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഏകോപിച്ചിട്ടുള്ള അഭിപ്രായമാണ്, ഫക്കീർ ആവട്ടെ, മിസ്കീൻ ആവട്ടെ, ദരിദ്രനാകട്ടെ, ഒരാള് സക്കാത്ത് സ്വീകരിക്കുന്ന വ്യക്തി മുസ്ലിം ആയിരിക്കുക എന്നത് നിബന്ധനയാണ്. കേൾക്കാനുള്ള ഒരു മനസ്സില്ല. ലിയാഖത്ത് അല്ല, പറഞ്ഞ നിങ്ങൾ കാര്യത്തിൽ തന്നെ പറയുന്നതിന് ഉറപ്പിച്ചല്ലാതെ തെളിവില്ല. നിങ്ങൾ വെറുതെ ഒന്ന് മാറ്റി വായുവിൽ എഴുതി കൂട്ടിയിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ കാര്യമില്ല. നിങ്ങൾ പറയണതല്ല ഇസ്ലാം. ലിയാഖത്ത് ഇതല്ല നമ്മൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അത് വെച്ചാൽ നിങ്ങൾ ലിയാഖത്ത് കുറച്ചും കൂടി പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ ബ്രോഡ് പറഞ്ഞാൽ മതി. മൈൻഡിൽ ചിന്തിക്കുന്ന ഒരാളാണെന്ന് സക്കാത്ത് വിചാരിച്ചിട്ടാണ് കൊടുക്കുമ്പോ ഞാൻ എന്റെ മതം സമയം മെനക്കെട്ട്. പരിഗണിക്കണം എന്ന് പറഞ്ഞത് ഞാനല്ല സുഹൃത്തെ. ആ അല്ല, മനസ്സിലായോ? ലിയാഖത്ത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം ഇസ്ലാമിനെ ലിയാഖത്ത് കുറിച്ച് ചില ഞാൻ പറയാം. കാര്യങ്ങൾ പറയുമ്പോൾ 6-ാം ഞാൻ നൂറ്റാണ്ടിലേക്ക് പോവുകയും ഞാൻ ഇസ്ലാമിനെ എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മളെ ഒരു പിടിച്ചുകൊണ്ടുപോയി മിനിറ്റ്. യാഥാർത്ഥ്യം അതല്ലാന്ന് പറയുമ്പോൾ ഇസ്ലാം എന്താണ്? മറ്റേ അവിടെ ബഹളം ഉണ്ടാക്കിയിട്ട് പറയുകയും കാര്യമില്ല. ചെയ്യരുത്. നിങ്ങൾ വെറുതെ ബഹളം ഉണ്ടാക്കുക. നിങ്ങൾ കൈ നിബന്ധന അനുസരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഫക്കീർ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ മുസ്ലിങ്ങൾ പരിഗണിച്ച് അവർക്ക് സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണോ? കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്, പക്ഷെ കൊടുത്താൽ അയാളുടെ സക്കാത്ത് വീടൂല എന്നാണ് മതഗ്രന്ഥം. അല്ല, കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലോ? കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അയാൾക്ക് സക്കാത്തിന്റെ ബാധ്യത തീരൂല എന്നാണ് മതവിധി. ഈ ഫക്കീർ എന്ന് പറഞ്ഞ വിഭാഗത്തിന് മതം ഉണ്ടാവണം എന്നുള്ളത് എവിടെ എഴുതപ്പെട്ടിട്ടില്ല, എവിടെയും വായിച്ചിട്ടില്ല. നിർബന്ധമാണ്. നിങ്ങൾ ഇത് ആർക്ക് മതത്തിന്റെ നിബന്ധന ഇല്ലാന്നോ? നിങ്ങൾ എവിടുന്ന സക്കാത്ത് പഠിച്ച പറയും? സക്കാത്ത് ഞാൻ കൊടുക്കുന്ന ആളുകളോട് നിങ്ങൾ എവിടുന്ന പഠിച്ചത്? നിങ്ങൾ എവിടുന്ന ദീൻ ഞാൻ പഠിച്ചത്? ചോദിക്കട്ടെ, നിങ്ങൾ എവിടുന്ന മതം പഠിച്ചത് പറയും? നിങ്ങൾ എങ്ങനെയാ മതം പഠിച്ചത്? ഞാൻ മതം ലോകത്തിലെ ആളുകളെ നോക്കി പഠിച്ചോ? അങ്ങനെയാണോ ഇസ്ലാം പഠിക്കേണ്ടത്? പിന്നെ എങ്ങനെ പഠിക്കണ്ടേ? ആണോ? എന്താ ഇസ്ലാം? അല്ല, ഞാൻ എവിടെ പോകേണ്ടത്? അല്ല, എന്താ ഇസ്ലാം? മുജാഹിദ് തന്നെ നല്ലത്. അല്ല, എന്താണ് ഇസ്ലാം? ഒരു മിനിറ്റ്. ഞാൻ AP-ന്റെ പള്ളിയിൽ പോയപ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചതാണ് ഞാൻ പഠിക്കേണ്ടത്, അതോ അന്തസ്സും അഭിമാനമുള്ള മുസ്ലിങ്ങളുടെ അടുത്ത് ലോകത്ത് നടന്നിട്ടാണോ പഠിക്കേണ്ടത്? മുസ്ലിങ്ങൾ ചെയ്യുന്നത് നോക്കിയിട്ടല്ല മതം പഠിക്കേണ്ടത്. യൂറോപ്പിലോ കാനഡയിലോ മുസ്ലിങ്ങൾ ചെയ്യുന്നത് നോക്കിയിട്ടല്ല മതം പഠിക്കേണ്ടത്. എങ്ങനെ? മുസ്ലിങ്ങൾ ചെയ്യുന്നത് എന്താണോ അതല്ല മതം. പിന്നെന്താ? അപ്പൊ അതനുസരിച്ചിട്ടാണെങ്കിൽ മദ്രസയിൽ ഉസ്താദ്മാര് കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ട്, അത് ഇസ്ലാമാണോ? ഒരിക്കലും അല്ല. അതിനെക്കുറിച്ച് നമുക്ക് എതിരഭിപ്രായം ഇഷ്ടം പോലെ മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ ഉസ്താദ്മാർ ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് ഇവരെ തേറ്റിക്കൊണ്ട് ഇഷ്ടം പോലെ മദ്രസകൾ നടക്കുന്നുണ്ടല്ലോ. ബാധ്യത ഇല്ലല്ലോ ലിയാഖത്തെ. പിന്നെ നിങ്ങൾ പഠിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് നോക്കിയിട്ടാണ് ഇസ്ലാം പഠിക്കുന്നത്? ലിയാഖത്തിനോട് ഞാൻ പറയുന്നത് ഇതിലെ ചീത്ത ഉണ്ടായി ഉയർത്തി കാണിച്ചോ? പക്ഷെ ഞാൻ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ പറയണ്ടേ? അയ്യോ കഷ്ടം. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് അപ്പൊ നിങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്? മുസ്ലിങ്ങൾ ചെയ്യണത് കണ്ടിട്ടാ? മുസ്ലിങ്ങളുടെ ജീവിത രീതി കണ്ടിട്ടാണ് ഈ മദ്രസയിൽ കുട്ടികളെ പീഡിപ്പിക്കൽ സുന്നത്താന്ന് തോന്നുന്നു നമുക്ക്. അല്ല, അതേപോലെ തന്നെ എല്ലാരും പീഡിപ്പിക്കുന്നൊന്നുമില്ലല്ലോ. പീഡിപ്പിക്കുന്ന വളരെ മോശം കാര്യമാണ്. അവർക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ പറയുന്ന മുസ്ലിംമാര് പറയേണ്ടത്. ഈ മതത്തെ പീഡിപ്പിക്കുന്നവർക്കെതിരെയുള്ള അഭിപ്രായം തന്നെയാണ് എനിക്ക്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ കമ്പാരിറ്റീവ്ലി ഇസ്ലാമികപരമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും മറ്റുള്ള ഈ ലിയാഖത്ത് പറയുന്ന ഈ പ്രാകൃത ഗോത്രമാർഗ കാലഘട്ടത്തിലെ രീതിയല്ല പിന്തുടരുന്നത്. ഈവൻ ഇസ്ലാമിക രാജ്യത്ത് പോലും, ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഖത്തറിലൊക്കെ മറ്റുള്ള മതസ്ഥരേക്ക് അതുപോലെ ഇവിടെ എന്താണോ നിയമം അത് എല്ലാവർക്കും തുല്യമാണ്. ഇവിടെ എന്താണോ രീതി അത് തന്നെ. ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞിട്ട് എനിക്ക് CV ഇല്ലെങ്കിൽ എനിക്ക് മറ്റേ പഠിപ്പില്ലെങ്കിൽ എന്നെ എടുത്ത് തലയിലെത്തിക്കൊന്നുമില്ല. ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട് അന്തസ്സായിട്ടും അഭിമാനത്തോടും കൂടി. ഇപ്പൊ നിങ്ങളെ സംസാരം വർത്താനം കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും എല്ലാ ആളുകളും മതപരമായ വിധി അനുസരിച്ച് മറ്റുള്ളവരെ മോശക്കാരാക്കിയിട്ട് കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. അതിനെതിരെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ സംസാരത്തിൽ പലപ്പോഴും അങ്ങനെ വരുന്നുണ്ട്. സുഹൃത്തെ, നിങ്ങൾ മനസ്സിൽ നിങ്ങൾ താലോലിക്കുന്നത് നിങ്ങളുടെ ഭാവനയിലുള്ള ഒരു ഇസ്ലാമാണ്, അതല്ല ഇസ്ലാം. ഞാൻ പറയുന്നത് കേട്ടോളൂ. ഇസ്ലാം എന്ന് പറഞ്ഞാല് ഖുർആൻ എന്ന് പറയുന്ന ദൈവികമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി ഹദീസിലൂടെ വിശദീകരിച്ച
ആ പണ്ഡിതന്മാരും ആ സഹാബിമാര് രേഖപ്പെടുത്തി വെക്കപ്പെട്ട ഹദീസിന്റെയും ഖുർആാനിന്റെയും അതിന്റെ പൂർവ്വസൂരികളായിട്ടുള്ള എന്താ പറയാ ആളുകള്, സലഫുകള്, അവര് വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലും പിന്നീട് പുതിയ കാലത്തെ പുതിയ വിഷയം അഭിപ്രായ വ്യത്യാസമൊക്കെ വരുന്ന സമയത്ത് പണ്ഡിതന്മാര് ഈ രണ്ട് ഒന്നുകൂടി ആ ഭാഗം മാനദണ്ഡങ്ങളെ ഒന്നുകൂടി പറഞ്ഞേ, ആ ഭാഗം ഒന്നുകൂടി പറഞ്ഞേ. എന്താണ് പുതിയ കാലത്ത് പറഞ്ഞുതരാം ആ മതഗ്രന്ഥത്തിന്റെയും അവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പോഴും നിങ്ങൾ എന്തിനാ നിങ്ങൾ ആറാം പെടുന്ന നൂറ്റാണ്ടിലെ ചാടുന്ന same എന്തിനാ? സംഭവം ഞാനല്ലേ തന്നെ പറയണേ, ഞാൻ പറയട്ടെ. ഖുർആന് ഹദീസ്, ഹദീസിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഖുർആാനിക്ക് പോണ്ടേ? മനസ്സിലായോ? അപ്പൊ ഖുർആനാണ് ബേസ്, അടിസ്ഥാനം. നിങ്ങൾക്ക് തോന്നിയതല്ലേ ഇസ്ലാം? ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ, ആ ഖുർആൻ വിശദീകരിച്ചെന്ന മുഹമ്മദ് നബിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായവും അവരുടെ ഏകോപിച്ചുള്ള അഭിപ്രായവും ഇങ്ങനെ തുടങ്ങി ഖുർആാനും ഹദീസും ഇജ്മാവും ഖിയാസും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മുസ്ലിം ലോകത്ത് ഇസ്ലാമിക ശരീഅത്ത് ഉള്ളത്. ആ ഇസ്ലാമിക ശരീഅത്തിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമില്ലാത്ത പ്രശ്നങ്ങളും ഉണ്ട് കർമ്മശാസ്ത്ര കാര്യങ്ങളിൽ. ഫിഖ് എന്ന് പറയുന്നത് മീൻസ് നമ്മളെ ഈ സക്കാത്ത്, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, വുളു, കുളി, ജനാബത്ത്, അനിയ, മനീയ തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ മനുഷ്യന്റെ വ്യക്തി ജീവിതവും സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെടുന്ന കർമ്മശാസ്ത്ര വിധികളാണ്. അല്ല, പ്രശ്നമാവാനൊന്നുമില്ല ഇവിടെ ഒരു മാറ്റമല്ല. ഞാൻ ഇളകാതെ ഇവിടെ ഇരിക്കാണ്. ഹലോ സ്പീക്കർ ഫോണിലാണോ? അല്ല, ഒന്നുമില്ല, ഞാൻ അതേപോലെ തന്നെ സംസാരിക്കാണ്. ഒന്നുകൂടി വേണേ കട്ട് ചെയ്ത് വിളിച്ചോളൂ. ഇല്ല, തീരെ ക്ലിയർ ആവുന്നില്ല. ഒന്നുകൂടി കട്ട് ചെയ്ത് വിളിച്ചോളൂ. ഹലോ.